നിലമ്പൂർ ഇലക്ഷന്റെ റിസൾട്ട് വന്നു, UDF വിജയിച്ചു. പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ UDFനും അവിടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത് അടുത്ത ഇലക്ഷനിൽ 2026 രണ്ട് കാര്യങ്ങളാണ് ഷിബിലി ഒന്ന് കൃത്യമായിട്ടുള്ളത്. ഇപ്പം നിലമ്പൂർ പോലൊരു മണ്ഡലം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, അതൊരു പ്രോ UDF മണ്ഡലമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ജയിക്കുമ്പോൾ നമുക്കറിയാലോ, അവിടെ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നു. അതിനു മുൻപ് 61,000 വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. 56,000 വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിൽ തന്നെ അത് ഒരിക്കലും സ്വതന്ത്രന്മാര് കൂടെയില്ലാതെ ഒരു കാരണവശാലും അവിടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥി നിന്ന് വോട്ട് പിടിക്കുകയോ ജയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് അപവാദമുള്ളത് കുഞ്ഞാലി എന്ന് പറയുന്ന കുഞ്ഞാലി എന്ന് പറയുന്ന ആദ്യത്തെ MLA മത്സരിച്ച് ജയിച്ചതാണ്. അപ്പൊ അത്തരത്തിൽ വളരെ ഒരു UDFന് അതിഗംഭീരമായ വിജയം ഉണ്ടാകേണ്ട ഒരു മണ്ഡലം. അതായത് ഞാനൊക്കെ ഷിബിലിക്ക് ഓർമ്മ ഉണ്ടാവും, അത് നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷൗക്കത്ത് 32,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ജയിക്കാമായിരുന്ന ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്രനെ പോലും പരീക്ഷിക്കാതെ വളരെ ധീരമായി M സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആരിടുന്നു? CPM ഇടുന്നു. ആ CPM ഇടുന്നു എന്ന് മാത്രമല്ല, അവിടെ ഇത്രമാത്രം ഒന്ന് ആലോചിച്ച് നോക്കണം, 9 കൊല്ലത്തെ ഭരണവും കൂടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്ത് M സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ പിടിക്കുന്ന വോട്ടെന്ന് പറയുന്നത് ഏതാണ്ട് 66,000 ചില്ലാനം വരുന്ന വോട്ടുകളാണ്. 66,000 ചില്ലാനം വരുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 37.17% വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ അത് CPMന് കൊടുക്കാൻ പോകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അതായത് PV അൻവർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് 46.9% വോട്ടാണ്. എവിടെ? ഒരു പ്രോ UDF മണ്ഡലത്തിൽ. അപ്പൊ അങ്ങനെ 81,000 വോട്ടിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്കറിയാലോ 14,000-ഓളം വോട്ടുകൾ കുറഞ്ഞുപോയി. പക്ഷെ 14,567 വോട്ടേ അപ്പോഴും കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് അങ്ങേയറ്റത്തൊരു പ്രോ UDF മണ്ഡലം. കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് അവർക്ക് വെറും 30,000-ൽ താഴെ വോട്ടുകൾ മാത്രം കിട്ടിയ, കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 22-21% മാത്രം വോട്ടുകൾ കിട്ടിയ ഒരു മണ്ഡലത്തിൽ പോലും ഒരു CPMന്റെ സ്ഥാനാർത്ഥി ചെന്ന് നിൽക്കുമ്പോൾ, അവിടെ അതും CPMന്റെ പാർട്ടി ചിഹ്നത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന അൻവറും അതുപോലെ തന്നെ UDFും എല്ലാം തന്നെ പ്രചണ്ഡമായ പ്രചാരണം കൊടുത്തത് പിണറായിസത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നൊരു M സ്വരാജിനെ പോലുള്ള ആൾ നിൽക്കുമ്പോൾ പോലും അവിടെ 37%, 37.17% വോട്ടും 66,000-ഓളം വോട്ടുകൾ, 66,660 വോട്ടുകളും പിടിച്ചു എന്ന് പറയുന്നത് LDFന് വലിയ തോതിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ്. കാരണം ഇത് ഈ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം ഉറപ്പായിട്ടും UDF ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഷിബിലി ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ UDF ശിഥിലമായി നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരുന്നില്ല, വഴിക്കടവ് പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിൽ പ്രതീക്ഷിച്ചത്ര വോട്ട് നേടാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഇപ്പോഴും ഇപ്പൊ പോലും ഷിബിലി അറിയേണ്ടത്, കോൺഗ്രസ് വിചാരിച്ചിരുന്ന ഒരു 15,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ്. അപ്പൊ 20,000 വോട്ടിലേക്ക് വേണമെങ്കിൽ പോകുമെന്നാണ് നമ്മളോട് VS ജോയി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. ചില ആളുകൾ 25,000-ലധികം വരുന്ന വോട്ടുകളിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അവിടെ PV അൻവറിനെ പോലെ വലിയ തോതിൽ പ്രചരണമൊന്നും നടത്താതെ ഒരാൾ ഇത്രത്തോളം വോട്ട് പിടിച്ചത് കൊണ്ട് മാത്രം UDF ജയിക്കുന്ന അവസ്ഥയുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും PV അൻവർ ഒരു LDFിൽ നിന്ന് ഇത്രയും വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അതെല്ലാം കൂടി ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഷൗക്കത്തിന് പോകുമായിരുന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ പോലും പോയില്ല. കാരണം UDFിലേക്ക് അങ്ങനെ പോലും വോട്ടുകൾ കൂടുതലായി പോയില്ല എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് CPMന് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ 2026 ഞങ്ങൾക്കിനി അത്രയൊന്നും പേടിക്കേണ്ടതില്ല എന്നൊരു തോന്നലാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ UDFന് ഒരു വോട്ട് പോലും കൂടാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് ഇത്രയേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. CPM നമ്മുടെ ശക്തമായ പോരാട്ടം അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ തന്നെ ഇറക്കി, എന്നിട്ടും മുഖ്യമന്ത്രി അടക്കം ദിവസങ്ങളൊന്ന് പ്രചാരണം നടത്തിയിട്ടും ഇങ്ങനൊരു പരാജയം ഉണ്ടായത്, അതും UDFിലേക്കുള്ള അൻവറിന്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു പരാജയം ഉണ്ടായതും നമ്മൾ കാണേണ്ടതല്ല. ഞാൻ ഷിബിലി ഇതൊക്കെ ഇപ്പൊ ശരി തന്നെ, അതായത് ഇതൊക്കെ ഇപ്പൊ ഷിബിലി പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ സാഹചര്യവും CPMനെതിരായിരുന്നു. 9 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരം, PV അൻവർ എന്ന് പറയുന്ന ഒരാൾ നടത്തിയിട്ടുള്ള വലിയ ആക്രമണം ഈ പാർട്ടിക്കെതിരെ, ഇതെല്ലാം ഉണ്ടായി ഒരാൾ പുറത്തേക്ക് പോവുകയാണ്.
അതോടൊപ്പം തന്നെ അവിടെ ഏറ്റവും കുറഞ്ഞ നമ്മളൊക്കെ ആദ്യം മറ്റേ ഒരു വീഡിയോ ചെയ്ത പോലെ 32,000 വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു വികാരം. ഇതെല്ലാം ഷിബിലി അറിയേണ്ടത് എല്ലാ ഘടകങ്ങളും തന്നെ കൃത്യമായി UDF അനുകൂലമായി UDF വളരെ ഈസി വാക്ക് ഓവറിൽ ജയിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് ഷൗക്കത്തിനെ പോലും സ്ഥാനാർത്ഥി വരികയും അവിടെ വെറും 11,000 വോട്ടിന് പിടിച്ചു നിർത്താൻ കഴിയുകയും പ്ലസ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് ലോക്സഭയിലൊക്കെ അമ്പേ പരാജയപ്പെട്ടു പോയ ഇവർ ഒരു 37% വോട്ടുകൾ മേടിക്കുകയും 66,660 വോട്ടുകൾ അവർക്ക് കിട്ടി. ഇപ്പോഴും ഷിബിലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 11,000 വോട്ടിനാണ് ഷൗക്കത്ത് ജയിക്കുന്നത്. ഓക്കെ, 5,500 വോട്ടുകൾ കൂടി ഇപ്പുറത്തേക്ക് പിടിച്ചാൽ എന്ത് ചെയ്യാം? എം സ്വരാജിന് ജയിക്കാം. അപ്പൊ 5,500 വോട്ടുകൾ എന്ന് പറയുന്നത് 2-3% വോട്ടുകൾ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടിയാണ് യഥാർത്ഥത്തിൽ ആർക്ക് കിട്ടുന്നത്. മനസ്സിലായി? താങ്കളുടെ എതിരാളി ശക്തനാവുന്നില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. അതായത് കഴിഞ്ഞ തവണ 78,500 വോട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 78,527 വോട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 77,737 വോട്ടേ അവർക്കും കിട്ടുന്നുള്ളൂ. നേരെ തിരിച്ച് ഷിബിലി പറഞ്ഞ പോലെ ഇത്രമാത്രം അനുകൂലമായ സാഹചര്യങ്ങൾ, അവിടെ വന്യമൃഗ ആക്രമണങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യമൊക്കെ ഉണ്ടായിട്ടും ഒരു വോട്ട് പോലും UDF കൂട്ടാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോ ഗോവിന്ദ മാഷ് വന്നിട്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇതിനെ നേരിട്ടേക്കുന്നത്. ഷിബിലി കണ്ടാലറിയാം. ഷിബിലി പത്രസഭകളിലെടുത്ത് കണ്ടു നോക്ക്. കാരണം ഗോവിന്ദ മാഷ് വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും, ആ തെറ്റുകൾ പറ്റിയത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുമെന്നാണ്. മനസ്സിലായി? ഇനി ഏറ്റവും വലിയ തമാശ ഞാൻ ഷിബിലിയോട് കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞു, 78,595 വോട്ട് UDF കിട്ടുമെന്നാണ് CPM പോലും വിചാരിച്ചത്. അത് കിട്ടിയില്ല. അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ വോട്ട് കിട്ടിയില്ല. അവർക്ക് 14,000-ലധികം വോട്ടുകൾ കുറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, ഞാൻ ഷിബിലിയോട് സിമ്പിളി ചോദിക്കുന്നു, ഒരു വലിയ കടുത്ത ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന തോന്നൽ ഉണ്ടാക്കാൻ ഒരു 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം മതിയോ? സാറാ അതിന് ഭരണവിരുദ്ധ 2 ആളുകളുണ്ട്. ഒന്ന് അൻവറിന് ആ വോട്ട് പോകും, UDF പോകുമ്പോൾ അതിൽ ഇത് വരില്ലേ? അല്ല, ആയിക്കോട്ടെ. അപ്പോഴും ഈ പറയുന്ന നിങ്ങൾ ഓക്കെ അൻവറിന്റെ വോട്ടും ഇതും കൂടി കൂട്ടി വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി കണക്ക് കൂട്ടി ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തോ ഷിബിലി? അതൊക്കെ വെറും അന്ധമായ വിശ്വാസങ്ങളാണ്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ തോട്ടപ്പോ ഷിബിലിക്കടക്കം ഈ കണക്കെടുക്കുമ്പോൾ അറിയാവുന്നത്, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ PV അൻവർ അവിടെ ജയിക്കുന്നത് 2,700 വോട്ടിനാണ്. ഓക്കെ, അവിടെ 3,600-ലധികം വോട്ടുകൾ SDPI പിടിച്ചിരുന്നു. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു? വളരെ കുറച്ചു പേർക്ക് അറിയാൻ പാടുള്ളൂ. തെരഞ്ഞെടുപ്പിന് അത്രത്തോളം കീനിൽ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പാടുള്ളൂ. അതേസമയം നിങ്ങൾ അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു 32,000-ലധികം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു 60-61 ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കിട്ടിയേക്കുന്നത് 43% വോട്ടാണ്. 43% വോട്ട്. ഈ 43% വോട്ടിനോടൊപ്പം നമ്മൾ അൻവറിന്റെ 11% വോട്ടുകളുണ്ട്. ഈ 11% വോട്ടുകൾ കൂടി കൂട്ടിവെച്ചാൽ എത്രയാവുമായിരുന്നു? 53-54% എത്തിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ അനദർ മെസ്സേജ്, ഒരു ഗംഭീരമായ മെസ്സേജ് ആയിരുന്നു ഈ പറയുന്ന കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ CPM ഏതെങ്കിലും രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ, ഇവിടെ ജയിച്ചില്ല, പക്ഷെ മറ്റ് നിരവധി മണ്ഡലങ്ങളിൽ, കേരളത്തിലായത് 120 മണ്ഡലങ്ങളിലും അങ്ങനെ ജയിക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അവർക്ക് ഇപ്പൊ എന്ത് ചെയ്തു? ബോധ്യപ്പെട്ട്. ഏത് PV അൻവറിനെ പോലെ കരുത്തനായിട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കണ്ട. നിങ്ങൾക്ക് 11% വോട്ടൊന്നും പിടിക്കണ്ട. ഒരു 4-5% UDF പോകാവുന്ന വോട്ടുകൾ ആരെങ്കിലും ഇട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചാൽ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കും ഷിബിലി. കാരണം ഹരിയാന തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കണ്ടാണ്, നിരവധി തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ സഹായകമാകുന്ന ഒരു കാര്യമായിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ കൃത്യമായി VD സതീശനും UDF കൂട്ടരും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജയിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് 2026-ലേക്ക് CPM-ഉം പിണറായിയും ഒക്കെ തുടരും എന്നൊരു മെസ്സേജ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് കൊടുക്കുന്നത്. അല്ലാതെ UDF സ്വന്തം ബലത്തിൽ അതിനെ മറികടക്കാൻ കഴിയും എന്നൊരു ചിന്ത ഒരു കാരണവശാലും ഇല്ല.